സിറിയയിൽ വീണ്ടും കലാപം രൂക്ഷമാകുന്നു. 1000-ലധികം ആളുകൾ കൊല്ലപ്പെട്ട വിവരമാണ് പുറത്തുവരുന്നത്. കലാപത്തിന്റെ പിന്നിൽ വിദേശ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സിറിയയുടെ പത്രങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. പറയുന്ന കാര്യം ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ഈ മേഖല പ്രശ്നസങ്കീർണമായിരിക്കുന്ന ഒരു മേഖലയാക്കാൻ വേണ്ടി ആർക്കൊക്കെയോ താല്പര്യമുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ കലാപവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ 125-ലധികം സൈനികർ കൊല്ലപ്പെട്ട വിവരവും 845 പേർ വെടിയേറ്റ് മരിച്ച വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏറ്റവും അടുത്ത് നിന്ന് വെടിവെച്ച് കൊല്ലുന്നു എന്ന തരത്തിലാണ്. അപ്പോൾ നടക്കുന്ന സംഭവം സുരക്ഷാ സേനയും അസദ് അനുകൂലികളും മുഖാമുഖം ഏറ്റുമുട്ടുന്നു. ഗ്രാമ നഗര പ്രാന്ത പ്രദേശങ്ങളിലെല്ലാം രൂക്ഷമായിരിക്കുന്ന കലാപങ്ങളും മരണങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടാണ് ഈ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. സർക്കാർ തലത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതും തൊഴിൽ മേഖലയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടതും അടക്കം വലിയ രീതിയിലുള്ള അസ്വസ്ഥത ഉള്ള അസദ് വിഭാഗമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പറയുന്നു.